MT മെറ്റലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ സിംബലെക്സ് മെറ്റൽ ഡിറ്റക്ടറിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിംബലെക്സ് മെറ്റൽ ഡിറ്റക്ടർ ആണിത്. അപ്പോൾ ഇത് കമ്പനി പറയുന്നത് എന്താ വെച്ചാൽ ആദ്യമായിട്ട് വാട്ടർ പ്രൂഫുള്ള മെറ്റൽ ഡിറ്റക്ടർ ആണിത് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ DDCOയിൽ വരുന്നൊക്കെ വാട്ടർ പ്രൂഫ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ മുമ്പിൽ നോക്കിയാൽ ഇങ്ങനെ കാണാൻ കഴിയും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഏതായാലും നമ്മൾ ഓപ്പൺ ആക്കിന്. അപ്പോൾ നമുക്ക് ആദ്യം ഇതാക്കണം ഇതിൻ്റെ ഒരു ആൻറ്റിനാണ്. അതായത് നമുക്ക് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു മീറ്ററും കാര്യങ്ങളും ബോർഡും എല്ലോടി ആയിട്ട് വരണമാണിത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ കൂടെ നമുക്ക് ലോങ് കിട്ടുക, അതായത് നമ്മളെ ഇതിൻ്റെ ഈ കോയിൽ കൂടുതൽ ലെങ്ത്ത് കിട്ടാൻ വേണ്ടി, അതായത് ലോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് വേറൊരു പീസ് ഇതുകൂടി വരുന്നുണ്ട്. പിന്നെ നമ്മളെ കോയിൽ 11 ഇഞ്ച് കോയിലാണിത്. DD കോയിലാണിത് ഇതിന് വരുന്നത്. 11 ഇഞ്ച് കോയിൽ DD കോയിലാണ്. പിന്നെ ഇതിൽ വരുന്നത് നമുക്കൊരു എയർഫോൺ വരുന്നുണ്ട്. വയർലെസ് എയർഫോൺ ആണ് ഇതിൽ വരുന്നത്. ഒരു വയർലെസ് എയർഫോൺ. പിന്നെ ഇതിൻ്റെ കവറായിട്ട് വരുന്നത്. പിന്നെ ഒരു ചാർജർ വരുന്നുണ്ട്. പിന്നെ ചാർജറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരിത്. ഇത് രണ്ട് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ മുമ്പ് ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ചാർജറാണ് ഇത് രണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മൊബൈലിൻ്റെ ചാർജർ പോലത്തെ ഒരു ചാർജറാണിത്. പിന്നെ ഇതിൻ്റെ ഒരു കാറ്റലോഗും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാറ്റലോഗും. പിന്നെ ഇതിൻ്റെ 2 വർഷമാണ് കമ്പനി വാറണ്ടി അവകാശപ്പെടുന്നത്. അപ്പോൾ വാറണ്ടീൻ്റെ പേപ്പർ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒരു കോഡ് മാത്രമാണ് ഇതിൽ കാണുന്നത്. പിന്നെ അതുപോലെ നമ്പറും കാര്യങ്ങളും. അപ്പോൾ ഇത്രയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് തൽക്കാലത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി തരണം. ഇതൊന്ന് സെറ്റ് ചെയ്യണം, നാളെ ഇത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തൽക്കാലത്ത് ഇതാക്കണം. സാധാരണ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ എല്ലാ മെറ്റൽ ഡിറ്റക്ടർ പറയുമ്പോൾ തന്നെയാണ് നമ്മൾ ഇതിൽ കുടുക്കി. അതിനുശേഷം എന്താക്കണം, ഇവിടെ ഒരു ഗാഡി ഉണ്ട്. ഇത് നമ്മളിവിടെ ലോക്ക് ചെയ്ത് അതാകുമ്പോൾ തന്നെ ഇതിൻ്റെ കേബിൾ ഇതാക്കണം. ഇവിടെയുള്ള ഇതിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുന്നൊരു പോർട്ടാണ് ഈ സൈഡിൽ വരുന്നത്. നമുക്ക് ചാർജറിന് വേണ്ടിയിട്ട്, അതായത് ഇതിൽ ബാറ്ററി ഓൾറെഡി സെറ്റഡ് ആണ്. ബാറ്ററി നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ട ബാറ്ററി അല്ല, ബാറ്ററിയിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ചാർജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നമുക്ക് കോയിലിലേക്കുള്ള കണക്ഷനാണ് ഇത് പോയി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കരുതുന്നു. നമ്മൾ ഡിസ്പ്ലേയിലുള്ള സെറ്റിങ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ആദ്യം നമ്മൾ പവർ ഓൺ ആക്കി. ഇവിടെ ഈ സെൻറ്ററിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഈ പവർ ഓൺ ആക്കുക. സിംബലെക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പരസ്യം കാണിച്ച് ഓൺ ആവും. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ആയത് ഓൺ ആവും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം കാണിച്ചൊരു ഫംഗ്ഷൻ വരുന്നുണ്ടല്ലേ. ഇതിൽ രണ്ടാമത്തേതായി ഇവിടെ കാണുമോ, അതായത് നമ്മൾ ഗ്രൗണ്ട് ബാലൻസ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ ഇത് നീക്കിയാൽ ഇങ്ങോട്ടും നീങ്ങി പോകണ കാണാം. ഒരുപാട് ഫംഗ്ഷനിലേക്ക് പോകണ കാണാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് രണ്ടാമത്തേൽ ഗ്രൗണ്ട് ബാലൻസ് ചെയ്യണം. ഗ്രൗണ്ട് ബാലൻസ് ചെയ്താൽ മാത്രമേ എന്താവും നമുക്ക് നേരായി കിട്ടും. ഈ ഗ്രൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 90 ഇതിൽ കാണിക്കുന്നത് കാണാൻ കഴിയും. 90 കാണിക്കുന്നുണ്ട്. അപ്പോൾ 90 കാണിക്കാനും ഈ സൈഡിലുള്ള ഇത് നെക്കി പിടിക്കാം. എന്നിട്ട് 2 വട്ടം താത്താം. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് 90ൻ്റെ താഴോട്ട് പോയാൽ അത് ഗ്രൗണ്ട് ബാലൻസ് ആയി. ഇപ്പം നോർമലാണുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം നമ്മൾ ടാർഗറ്റ്, അതായത് നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഗ്രൗണ്ട് ബാലൻസ് ചെയ്തില്ലെങ്കിൽ ഇതിൽ നോയ്സുകൾ, അതായത് എക്സ്ട്രാ നോയ്സുകളൊക്കെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ മുമ്പ് കേട്ടതുപോലെ ഒരുപാട് നോയ്സുകൾ, ഇപ്പോൾ ഒരു നോയ്സും കേൾക്കാൻ കഴിയില്ല. മുമ്പ് ഒരുപാട് നോയ്സുകൾ കേട്ടിട്ടുണ്ടാവും. ആ സൗണ്ടൊക്കെ വരും. അപ്പോൾ ഗ്രൗണ്ട് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് അയൺ റിജക്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇത് രണ്ടാമത്തെ വരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അതായത് നമുക്ക് ഫുള്ള് ഇട്ടാൽ ഇതിപ്പോൾ അതായത് നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇത് പെട്ടെന്ന് ക്യാൻസലായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം കിട്ടുന്നില്ല. നമുക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അത് ക്യാൻസലായി പോവാം.
അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലായി ഇതിപ്പോൾ ഫുൾ ഓഫായി. ഇപ്പോൾ അയൺ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ഫുള്ള് ആക്കിയാൽ അയൺ ഓൾറെഡി സെറ്റായി. അപ്പോൾ അയൺ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഫങ്ഷൻസ് നോക്കാം. അടുത്തത് ഇത് നെക്സ്റ്റ്. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കുറച്ച് മോഡുകളുണ്ട്. അതായത് നമുക്ക് ഏത് ഫങ്ഷൻസ് ആണോ സെറ്റ് ചെയ്യേണ്ടത്, അതായത് പിന്നെ അയണ് പരമായിട്ടുള്ളൊരു മോഡ്, അതുപോലെ കോയിൻസ്, അതുപോലെ ഗോൾഡ്, സിൽവർ, അങ്ങനത്തെ ഒരു ഐറ്റംസ്, അങ്ങനെ 3-4 ഐറ്റംസ് ആയിട്ട് വരുന്നതാണ് അത്. പിന്നെ 4-മത്തും ഈ പറഞ്ഞ മോഡലാണ്. നമുക്ക് ഏതാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ഓരോന്നിലും ഫങ്ഷൻസിലും എന്താണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്യാം. അതാണ് 4-മത്തെ വരുന്നത്. പിന്നെ 5-മത്തെ വൈഫൈ, അതായത് നമ്മൾ മുമ്പ് കാണിച്ചിരുന്ന എയർഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള, ഓൺ ആക്കാനുള്ളതും, അതുപോലെ തന്നെ ഇതിൽ തന്നെ ഉണ്ട് സ്പീക്കർ. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആ കാണുന്നത്. പിന്നെ ഉള്ളത് വൈബ്രേഷൻ, അതായത് നമുക്ക് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഹങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് തരിപ്പ് കുടുങ്ങി വൈബ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈബ്രേഷൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒന്നുള്ള ലൈറ്റിൻ്റെ, അതായത് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കൂട്ടാനും പിന്നെ LED ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തത്. പിന്നെ ഉള്ള ഒന്ന് ലാസ്റ്റ് ഇതാക്കണം. ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഒരു ടോർച്ചാണ്. ഇതിൻ്റെ അടിവശത്ത് നോക്കിയാൽ മനസ്സിലാക്കണ്ടല്ലേ. ഇത് നമുക്ക് അഥവാ രാത്രികളിലൊക്കെ നമ്മൾ ഇങ്ങനെ ബീച്ചുകൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഏരിയ ഫുള്ള് മനസ്സിലാവും. അത്യാവശ്യങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ നമുക്ക്. അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന അതേ സ്ഥലത്തുള്ള ആ ഒരു ഏരിയക്ക് ലൈറ്റ് കിട്ടും. നമുക്ക് അത്യാവശ്യം നമുക്ക് കണ്ണാണ്. ഇപ്പോൾ ഫോണിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ലൈറ്റ്. ഇത് ചെറിയൊരു ഉപകാരപ്രദമായത് തന്നെയാണ്. ഇപ്പോൾ ഇതിലുള്ള ഫങ്ഷൻസൊക്കെ ഞാൻ പറഞ്ഞു ലൈറ്റ്. അതുപോലെ തന്നെ ആദ്യം മുതലേ ഞാൻ പറഞ്ഞു തരാം ഇതിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ്. ഇത് നമുക്ക് സൗണ്ട്, അതായത് ഫസ്റ്റ് തന്നെ സൗണ്ടാണ്. നമുക്ക് എത്ര ഇതിൽ വോളിയത്തിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് വന്ന്. രണ്ടാമത് ഈ ബട്ടണാണ് അടിക്കേണ്ടത്. രണ്ടാമത്തേൽ അതായത് ഗ്രൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. 3-മത്തെ നമുക്ക് പിന്നെ അയൺ റിജക്റ്റ് ചെയ്യാനുള്ളത്. 4-മത്തെ പിന്നെ നമുക്ക് ഏതാണ് ഇതിൽ ലോഹങ്ങൾ ഏതാണ് വേണ്ടത് സെറ്റ് ചെയ്യാൻ. പിന്നെ 5-മത്തെ നമുക്ക് ഏത് ലോഹങ്ങളാണ് ഓരോന്ന് സെലക്ട് ചെയ്ത് ചെയ്യാനുള്ളത്. 6-മത്തേത് വരുന്നത് വൈഫൈ കണക്ട് ചെയ്യാനുള്ളത്. 7-മത്തെ വരുന്നത് വൈബ്രേഷൻ, അതായത് ഇതിന് വൈബ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. 8-മത് വരുന്നത് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളത്. 9-മത് വരുന്ന ഫങ്ഷൻസ് ആണ് നമ്മൾ ബാക്കിൽ ഫ്ലാഷ് ഓൺ ആക്കാനുള്ളത്. അതായത് നമ്മൾ രാത്രിയൊക്കെ നൈറ്റുകളിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ബീച്ച് ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ, അതായത് മുകൾ വശത്ത് 3-4 ഇത് കാണാൻ കഴിയും. അതായത് ഇത് ഓൾ മെറ്റൽ ആണ്. ഓൾ മെറ്റൽ സെർച്ച് ചെയ്യാനുള്ള ഫങ്ഷൻസ് ആണ്. 8-മത്തെ വരുന്നത് ജനറൽ. ഇത് വരുന്നത് ജനറലാണ്. അപ്പോൾ ജനറലിലാണ് നോർമലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് വരുന്നത് ഒന്ന് ബീച്ചും ഒന്ന് പാർക്കുമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണോ നമ്മൾ ബീച്ചിലാണോ ഉപയോഗിക്കുമെങ്കിൽ ബീച്ച് മോഡ് ഇട്ട് കൊടുക്കാം, പാർക്കിലാണോ ഉപയോഗിക്കുന്നത് പാർക്ക് മോഡ് ഇട്ട് കൊടുക്കാം. നോർമലി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ജനറൽ തന്നെയാണ് എപ്പോഴും നല്ല. അപ്പോൾ അത്യാവശ്യം നോർമൽ ഫങ്ഷൻസ് ഉണ്ടാവും. പിന്നെ ഇത് വരുന്നത് നമുക്ക് ഡീപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടി, അതായത് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു സ്വിച്ചാണിത്. സെൻസ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും, കുറയ്ക്കാനും കഴിയും അല്ലേ. അപ്പോൾ സെൻസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ സൈഡ് കൊടുത്തിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ സിംബലക്സിനെ കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരം സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആണ് ഇതിലുള്ളത്. കൂടുതൽ ഇപ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡീപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.